കഥ കവിത രസമിത. പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു 2 അക്ഷരം 1 അക്ഷരമൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു താളം നമുക്ക് ട്രൈ നോക്കാം. ആ താളം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയും, അത് തിരിച്ച് അതുപോലെ പറഞ്ഞു കേൾപ്പിക്കണം. റെഡിയാണോ? ആ 1 1 2 1 2 3 1 2 3 4 പറഞ്ഞേ. എല്ലാരും പറയണം കേട്ടാ. ആ ഞാൻ 1 2 3 1 2 3 4 1 1 2 1 2 3 1 2 3 4 പറഞ്ഞേ. 1 1 2 1 2 3 1 2 3 4. ആ ഇതൊരു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വേണമെങ്കിൽ 1 2 3 4 1 2 3 1 2 1 1 2 3 4 എന്ന് നമുക്ക് കാണാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ പെർമുട്ടേഷൻ കോമ്പിനേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം എൻ്റെ ട്യൂൺ ഇതാണ്. ഇതാണ് ട്യൂൺ. അതെന്താ വെച്ചാൽ ഇതിങ്ങനെയാണ്. തം 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 തം. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു 2 അക്ഷരം 1 അക്ഷരമൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താ പറഞ്ഞ 1 1 അക്ഷരം, അടുത്ത് 1 2 2 അക്ഷരം, അടുത്ത് 1 2 3 3 അക്ഷരം, 1 2 3 4 4 അക്ഷരം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഷുവറാണ്, അതായത് BK ഹരിനാരായണൻ. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട, അത് വേണ്ട. സവാഷ് എഴുതാത്. എന്റെ പണി പോയി. നീ എഴുത്. ഞാൻ വെറുതെ തം 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 എന്നൊക്കെ പറഞ്ഞാണ്. ഇനിയിപ്പോ ട്യൂൺ ഇടണോ? സത്യം നീ ഏത് ക്ലാസ്സിലാ? 8. എന്റെ അമ്മേ, ഈ നേരം ഇവിടെ ഹരിജയൻ. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടെ. ആ ഹരി, ഇനി ഞാൻ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ തം 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 എന്നുള്ളതിന് നമ്മൾ അതിനൊരു മ്യൂസിക് കൊടുത്ത് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യാം. തം 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 അങ്ങനെ തുടങ്ങിയാലോ. തം 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 ഇങ്ങനെ ചെയ്താ തം. ആ ഈ ട്യൂണിൽ പാടുകയാണെങ്കിൽ ഇപ്പോൾ മോൻ്റെ വാക്ക് ഈ നേരം ഈ വീട് ഹരിജയൻ. ആ അതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്? അതെ. അപ്പോൾ ഇവനിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇവനാണ് അതിന് ട്യൂൺ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എങ്ങനെയാ? തം 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 തം. ഓക്കെ, ഒന്ന് പാടിക്കേ. ഈ നേരം അല്ല തം 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 തം. അതിന് കുറച്ച് സ്വല്പ വ്യത്യാസമുണ്ട്. ഒരു ഇംപ്രൂവൈസേഷൻ. ഇപ്പോഴത്തെ പാട്ടുകാരെ പാടിപ്പിക്കുന്ന പോലെയാണ് മോനെ ഇപ്പോൾ ഞാൻ പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദാസാറൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്ക് അദ്ദേഹം പാടിത്തരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പാട്ട് പാടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ മോനെ ഇനി പാട്ട് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. വീട്ടിൽ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. വലിയ ആളാണ്. ആയിക്കോട്ടെ. അപ്പോൾ തം 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 തം. ഞാൻ പറഞ്ഞില്ലേ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ? ആ അതെ. ഹരി ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കഥ കവിത രസമിത. അടിപൊളി അടിപൊളി അടിപൊളി. ഈ ഫെസ്റ്റിവലിനെ പറ്റിയാണോ? അതാണ്. ഈ ഫെസ്റ്റിവലിനെ പറ്റി ഒരു തീം മ്യൂസിക് റെഡിയാണ് കേട്ടോ. കഥ കവിത രസമിത. ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഒരു ലൈൻ ഇതുപോലെ ഈ ട്യൂണിൽ തന്നെ വേണം. അടുത്ത ലൈൻ. നമ്മുടെ പേരുണ്ടായില്ലേ? അത് വേണ്ട.
ഒരു കാര്യം ചെയ്യാം, ജയചന്ദ്രൻ സാറും ഹരിനാരായൺ സാറിൻ്റെയും രണ്ടുപേരെയും കൊളാബറേഷനിലെ പാട്ടുകൾ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഈ നേരം ഇവിടെ ഹരിജയൻ. എഴുതിക്കോ. അയ്യോ സോറി, ഡിസ്റ്റർബൻസിന് സോറി. എഴുതിക്കോ. അപ്പോൾ ഇതെങ്ങനെയാണ്? കഥ കവിത രസമിത. പാടൂ. എല്ലാവർക്കും നാണമാണ്. വലിയ ഗൗരവത്തിലൊക്കെ വന്നിരിക്കുന്നവർ ഭയങ്കര നാണം. ആ മുരളി വാ മുരളി നമുക്ക് വിളിക്കാം. അതാ മോള് ഉണ്ടല്ലോ, ബാബാ. ആ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. അപ്പം നമുക്ക് ഇവരെ കൊണ്ട് പാടിപ്പിക്കാം അല്ലേ? ബോറടിക്കുന്നുണ്ടോ? ആ വെരി നൈസ്. അതാണ് ഈ ഇടം അറിവിൻ നിറവിടം. ബ്രില്യൻ. യാ. അപ്പോൾ മുരളി എന്ന് പാടും. കഥ കവിത രസമിത. കഥ കവിത രസമിത. അത് കവിത സംഗതി ഒന്നും വേണ്ട. കഥ കവിത രസമിത. കഥ കവിത രസമിത. ഈ ഇടം അറിവിൻ നിറവിടം. ഈ ഇടം അറിവിൻ നിറവിടം. ഓക്കെ. അപ്പോൾ നമ്മൾ 1 1 2 1 2 3 1 2 3 4 ആണ് ഒരു ട്യൂൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഫെസ്റ്റിവലിനെ പറ്റിയുള്ള ഒരു പാട്ടായിട്ട് മാറുന്നു ഇല്ലേ? ആ ഇനിയിപ്പോൾ മ്യൂസിക് കമ്പോസർ എങ്ങനെയാണ് ജേർണി എന്ന് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ മ്യൂസിക് വേണം അതിനകത്ത്. അപ്പോൾ താരാ തര താരാ തര തര താരാ. മോനെ പാടാ. സാർ ഒന്നുകൂടി പാടാമോ? അമ്മയ്ക്ക് എന്തോ അവന് ഒരുപാട് കുറുമ്പ് കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? സാരമില്ല, അത് വേണം. ആ മനസ്സിലായി. ഹായ് പ്രീത. ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. ആ താരാ തരരരാരാ തരരരാരാ. ഇഷ്ടപ്പെട്ടു ആ ട്യൂൺ? ഒരു മെലഡി അവിടെ ചേർത്തു. ആ അങ്ങനെയാണ്. നേരത്തെ ഒരു ടെക്നിക്കലായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്യൂൺ വരുന്നു. അതിൻ്റെ കൂടെ ഒരു മെലഡി ഞാൻ ആഡ് ചെയ്യുന്നു. ആ താരാ തരരരാരാ തരരരാരാ. വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും. ആ വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും. അങ്ങനെ വന്നു. താരരരാ റിരരിരി കഥ താരരരാ റിരര കഥ. താരാ തരരരാരാ തരരരാരാ താരരരാ റിരരിരി തരേരി തരരരാ. മനസ്സിലാവുന്നുണ്ടോ? ട്യൂൺ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 1 2 ഒന്നല്ല മക്കളെ, ഒരു 10 25 ട്യൂൺ. ഞാൻ ഒരു സിറ്റുവേഷന് ദ മാക്സിമം നമ്പർ ഓഫ് ട്യൂൺസ് ഐ ഹവ് മെയ്ഡ് ഈസ് ഐ തിങ്ക് 63 ട്യൂൺസ്, 63 പല്ലവീസ് ഫോർ എ സോങ് സിറ്റുവേഷൻ. ഐ ഹവ് ഡൺ ദാറ്റ്. അതാരും നിർബന്ധിച്ചിട്ടല്ല, ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്തതാണ്. അതുപോലെ പച്ചപ്പനന്തത്തെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പല്ലവി ഒരു 100 ട്യൂണിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് നിരാകരണ സ്ഥിരമല്ലേ. ഡയറക്ടർ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം എത്ര പ്രാവശ്യം പറയുന്നു അത്ര പ്രാവശ്യം മാറ്റി ചെയ്യണം.
ഇഷ്ടംപോലെ അതുപോലുള്ള ട്യൂൺസ്, നിരാകരിച്ച ട്യൂൺസ് പിന്നെയും വേറെ സിനിമകളിൽ പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഹിറ്റും ആയിട്ടുണ്ട്. ഹലോ സർ. ഹലോ ആ. ഹലോ ജയചന്ദ്രൻ സാർ. Yeah. ജയചന്ദ്രൻ സാർ നമസ്കാരം. ഒറ്റ സെക്കൻഡ്, ഞാനിതൊന്ന് എൻ്റെ ട്യൂൺ മറന്നു പോകും. വാക്കിൻ നടരുകൾ പൂക്കും, പല മൊഴി കേൾക്കും, സാഹിതി തൻ ലയമിതു കഥ കവിത രസമിത. അപ്പം നമുക്കിത് ഫുൾനെസ്സിൽ കേൾക്കാം. കഥ എല്ലാവരും 1 2 3 1 2 3 4 1 2 3. കഥ കവിത രസമിത, ഈ ഇടം അറിവിൻ നിറവിടം, വാക്കിൻ നടരുകൾ പൂക്കും, പല മൊഴി കേൾക്കും, സാഹിതി തൻ ലയമിതു കഥ കവിത രസമിത. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ബോറടിക്കുന്നെങ്കിൽ അപ്പം തന്നെ ഇവിടെ നിന്ന് സ്കൂട്ടാവാം കേട്ടോ.